എല്ലാ മേഖലയിലും കേരളം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ധാർമ്മികമായ അധപതനമാണ് ഇന്നത്തെ പ്രധാന പ്രശ്നമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയവുമായി നടത്തുന്ന കേരള യാത്രയ്ക്ക് മുക്കത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ വാർത്തയിലേക്ക്. മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രയ്ക്ക് മുക്കത്ത് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. അഭിലാഷ് ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് സ്നേഹസംഘാംഗങ്ങളുടെയും നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് കാന്തപുരത്തെയും യാത്രാ സംഘത്തെയും PC ജംഗ്ഷനിലെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത്. സമസ്ത മേഖലയിലും കേരളം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ധാർമ്മികമായ അധപതനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് സ്വീകരണത്തിന് നൽകിയ മറുപടി പ്രസംഗത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. നാട്ടിൽ അരാജകത്വവും അധർമ്മവുമാണ് നടമാടുന്നത്. എളുപ്പത്തിൽ പണക്കാരനാകുക എന്ന ലക്ഷ്യത്തോടെ മനുഷ്യർ ഏത് അധാർമിക പ്രവർത്തനവും നടത്താൻ തയ്യാറായിരിക്കുകയാണ്. എൻഡോസൾഫാൻ പോലുള്ള മാരക കീടനാശിനി പ്രയോഗവും ഭക്ഷ്യവസ്തുക്കളിലെ മായം കലർത്തലും നിരോധിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. അതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഏതായാലും നമുക്ക് ഈ വിഷയത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം വളരെ ശക്തമായി ഇത്തരം വിഷങ്ങൾ വിറ്റഴിച്ച് ജനങ്ങളെ കൊലപ്പെടുത്തുന്ന മാർഗത്തിൽ നിന്ന് കച്ചവടക്കാരെയും കർഷകരെയും തടയാൻ ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി നമുക്ക് പറയാം. നേരത്തെ സ്വീകരണ സമ്മേളനം SY സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ M അബ്ദുൽ അസീസ് ഫൈസി അധ്യക്ഷനായിരുന്നു. സോഷ്യലിസ്റ്റ് ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി V കുഞ്ഞാലി, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് T സിദ്ദീഖ്, NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ്, AP മുരളീധരൻ, മാളിയേക്കൽ സുലൈമാൻ സക്കാഫി, C മുഹമ്മദ് ഫൈസി, N മുഹമ്മദ് ഹാജി, K അബ്ദുള്ള സായദി എന്നിവർ പ്രസംഗിച്ചു. ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ, യൂസുഫുൽ ബുഖാരി, അലി ബാഫക്കി തങ്ങൾ തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു.